ഈ ലോകത്തിൽ കാണുന്ന ചില കാഴ്ചകൾ അതിനെ പിൻപറ്റി ജീവിച്ച് അതിൽ നിന്ന് സൂക്ഷ്മമായതിൻ്റെ അവസ്ഥകളെ കണ്ടവർ, ആ സൂക്ഷ്മ കാഴ്ചകളെ രൂപപ്പെടുത്തി പലതിലേക്കും കയറി അവിടെ നിന്നുകൊണ്ട് വീണ്ടും കണ്ടവർ, ഇങ്ങനെ കാഴ്ചകളിലൂടെ കടന്നു ചെല്ലുമ്പോഴും ഒന്നും കാണുവാനില്ലാതെയും ഒന്നും കേൾക്കുവാനില്ലാതെയും ഒന്നും ഗ്രഹിക്കുവാനില്ലാതെയും ഒന്നും ലയിക്കുവാനില്ലാതെയും ആകുന്ന ആ അവസ്ഥയിൽ എത്തുമ്പോൾ കാണുന്ന ആ രൂപത്തെ എങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ, ഏത് ഭാഷ കൊണ്ട് എങ്ങനെ വർണ്ണിച്ചിടും ആത്മനാഥ അങ്ങേ ഞാൻ, എങ്ങനെ യാതൊരു നിർവാഹവുമില്ല. അതാണ് സത്യം. പിന്നെ നമുക്ക് ഈ ലോകത്തിൽ കാണുന്ന പലതിനെയും വെച്ച് എന്തെങ്കിലുമൊക്കെ ഉപമിച്ച് അക്ഷരങ്ങൾ കൊണ്ട് തത്വങ്ങളെ ഗ്രഹിപ്പിക്കുന്നത് പോലെ സൃഷ്ടി ലോകത്തിൽ നിന്ന് ദൈവഗുണങ്ങളെ ഗ്രഹിക്കണം എന്നാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റൂ, അങ്ങനെയൊക്കെയല്ലേ വർണ്ണിക്കാൻ പറ്റൂ. എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? ആരാൽ വർണ്ണിക്കാൻ കഴിയും? ലോകത്തിൽ നമുക്ക് ഉപയോഗപ്രദമായി ലഭിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ടും പലവിധ പദാർത്ഥങ്ങളെ ഉപമയായി സ്വീകരിച്ചുകൊണ്ടുമൊക്കെ നമുക്ക് വർണ്ണിക്കാം. വർണ്ണിച്ചാൽ എന്താണ് ഫലം? വർണ്ണിക്കും തോറും അന്തരംഗത്തിൽ ആനന്ദം നൽകും ശുഭാനന്ദ രൂപം.